സോ കേരളത്തിൽ ഇപ്പോൾ ആരെടുത്തായാലും ഒരു കാർ എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളൊരു ടാറ്റയുടെ കാറാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മുഖം ചൊളിക്കുന്നത് ടാറ്റയുടെ കാർ വേണോ, അതിൻ്റെ സർവീസ് മോശമല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഓല S1Xൻ്റെ റിവ്യൂ വീഡിയോ ഇട്ടപ്പോഴും ആ ഒരു വീഡിയോ എടുക്കാൻ എത്രത്തോളം എഫേർട്ട് ഇട്ടാലും ഇല്ലെങ്കിലും അതൊന്നും ആൾക്കാർ മൈൻഡ് ചെയ്യാതെ ആ ഒരു ഓല എന്ന് പറഞ്ഞ വണ്ടിയുടെ സർവീസ് മോശമാണ് എന്നുള്ള ഒരൊറ്റ കമൻറ്റ് മാത്രമാണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ മൊത്തം വന്നത്. സോ ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും ആദ്യത്തെ വാഹനം, അതായത് ടാറ്റ ആൾട്രോസ് എടുത്തിട്ട് 1 വർഷം തികഞ്ഞിരിക്കുവാണ്. ഞാൻ ടാറ്റ ആൾട്രോസ് എടുക്കാൻ പോയപ്പോഴും പല ആൾക്കാരും എന്നോട് പറഞ്ഞത് ബ്രോ ടാറ്റ മാത്രം എടുക്കരുത്, സർവീസ് അത്ര മോശമാണ്. സോ 1 വർഷത്തിന് ശേഷം എൻ്റെ വണ്ടിയുടെ അവസ്ഥ എന്താണ്? നിങ്ങളൊരു ടാറ്റ ആൾട്രോസ് വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ സർവീസ് മോശമാണോ, കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെയാണ്, വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുവാണ്. സോ ബേസിക്കലി നിങ്ങൾ കാണുന്ന പോലെ ഒരു കാർ റിവ്യൂ വീഡിയോ ഒന്നുമല്ല, കാറിനെ പല ഭാഗങ്ങളെടുത്ത് കാണിച്ചിട്ടുള്ള ആ ഒരു പരിപാടിയൊന്നും എനിക്കറിയില്ല. 1 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ഓണർഷിപ്പ് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് 1 വർഷം ആയതുകൊണ്ടല്ല, 1 വർഷത്തിൽ 27,000 കിലോമീറ്ററിന് മുകളിൽ ഈ ഒരു വണ്ടി ഓടിക്കഴിഞ്ഞു. ഈ 27,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം എന്തൊക്കെ തകരാറുകൾ വണ്ടിക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ ബേസിക്കലി ഞാൻ എടുത്തിരിക്കുന്നത് ആൾട്രോസിൻ്റെ iTurbo പെട്രോൾ വേരിയൻ്റ് ആണ്. ആൻഡ് ഇത് കർണാടകയിൽ നിന്നാണ് എടുത്തത്. ഇത് അവരുടെ ഡാർക്ക് എഡിഷൻ ആണ്. സോ ഒരു നോർമൽ ആൾട്രോസിൽ നിന്നും iTurboയിലേക്ക് വരുമ്പോൾ എഞ്ചിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. എൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നോർമലിനേക്കാളും കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് തരുമെന്നും, പിന്നെ കൂടാതെ ഡാർക്ക് എഡിഷന് നോർമലിനേക്കാളും ഒരു 50,000 രൂപ കൂടുതലാണെങ്കിലും മൊത്തം വണ്ടി ബ്ലാക്ക് ആണ്. ഒരു ഡാർക്ക് എഡിഷൻ്റെ ടാഗ് ഉണ്ട്. പിന്നെ ഉള്ളിലുള്ള ഇൻറ്റീരിയേഴ്സ്, ഈവൻ സീറ്റ്സ്, ആ ഒരു മുകളിലത്തെ ആ ഒരു റൂഫ് എല്ലാം തന്നെ ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് വരുന്നത്. സോ ഞാൻ ഈ ഒരു വണ്ടി എടുക്കാൻ പോയ സമയത്ത് എനിക്ക് ആ ഒരു 10 lakhs ബഡ്ജറ്റിൽ വേറെ വണ്ടികൾ എന്തൊക്കെയുണ്ട് എന്ന് ഞാനിങ്ങനെ നോക്കി വന്നപ്പോൾ ഈ ഒരു ടാറ്റയുടെ ആൾട്രോസ് കണ്ടു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ ഒരു സമയത്ത് ഡാർക്ക് എഡിഷൻ വരുന്നേ ഉണ്ടായിരുന്നു. ഡാർക്ക് എഡിഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചാടി കയറി അങ്ങ് ബുക്ക് ചെയ്തു. നോർമൽ ആൾട്രോസിനകത്ത് നിങ്ങൾക്ക് ഈക്കോ മോഡും ഉണ്ട്, സിറ്റി മോഡും ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈക്കോ മോഡും സിറ്റി മോഡും അല്ല, മറിച്ച് സിറ്റി മോഡാണ് ഡീഫോൾട്ട്. പിന്നെ ഒരു സ്പോർട്സ് മോഡും ഉണ്ട്. ഈ വണ്ടിയിൽ എനിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തേത് ബ്ലാക്ക് കളർ മാത്രമല്ല, ഇതിൻ്റെ സീറ്റ്സ് ലെതർ സീറ്റ്സ് ആണ്, നല്ലൊരു പ്രീമിയം സീറ്റ്. പിന്നെ വണ്ടി നമ്മൾ അടച്ചിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പുറത്തുള്ള സൗണ്ട്, അതേപോലെ എഞ്ചിൻ്റെ സൗണ്ട് ഒന്നും ഉള്ളിൽ അധികം കേൾക്കുന്നില്ല, ഭയങ്കര ഇൻസുലേറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ AC അപാരമാണ്. ഞാൻ മേടിച്ചിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് ഫ്രണ്ടിലും നിങ്ങൾക്ക് AC ഉണ്ട്, റെയറിലും ACക്ക് ഒരു വെൻ്റ് ഉണ്ട്. സോ ആ ഒരു ACയുടെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളൊക്കെ ഉണ്ട്, നല്ല ചില്ലിങ് ഉണ്ട് ആ ഒരു ACക്ക്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും. ഇപ്പോൾ ACയുടെ ചില്ലിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയായിരിക്കും ആൾട്ടോ ആണ്. ആ ആൾട്ടോയിൽ നിന്നും ഞാൻ ഒരു ആൾട്രോസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ചേഞ്ചുകളാണ് കേട്ടോ പറയുന്നത്. സോ പല കാര്യങ്ങളും ചിലപ്പോൾ ചില ആൾക്കാരും ഇതൊക്കെ എന്തിനാണ് ഇവൻ എടുത്ത് പറയുന്നതെന്ന് തോന്നും. ഈ വണ്ടിക്കകത്ത് പ്രത്യേകമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ, ഇരുട്ടായിക്കഴിഞ്ഞാൽ തനിയെ ഹെഡ്ലൈറ്റ് ഓൺ ആവുന്ന പരിപാടിയും, പിന്നെ മഴ പെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് വൈപ്പർ ഓൺ ആവുന്ന ഓട്ടോ വൈപ്പറും ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റേ ഫോഗ് ലാമ്പ് ഇൻബിൽഡായിട്ട് ഫോഗ് ലാമ്പ് ലഭിക്കുന്നുണ്ട്. DRL-ഉണ്ട്, ബ്രൈറ്റ് ഡിം പ്രൊജക്ടർ ലാമ്പാണ്. ഈവൻ നമ്മുടെ ഡിക്കിക്കകത്ത് ഒരു ചെറിയ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡാർക്ക് കളറിൽ ഇവരുടെ ആംബിയൻറ്റ് ലൈറ്റ് ഉണ്ട്. അത് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു നീല ലൈറ്റ് നൈറ്റ് ടൈമിൽ കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ കളറൊന്നും മാറ്റാൻ പറ്റില്ല, ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ കാണാൻ രസമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിളിൻ്റെ കാർപ്ലേ സപ്പോർട്ട് ഉണ്ട്. കൂടാതെ ഡാഷ്ബോർഡ് ഉണ്ടല്ലോ, ഡാഷ്ബോർഡും ഡിജിറ്റലാണ്. സോ ഒരു സൈഡ് സ്പീഡോമീറ്റർ മാത്രം അനലോഗും, ബാക്കിയുള്ള ഡിജിറ്റലാണ്. ആ ഒരു തീമും നമ്മുടെ മൾട്ടിമീഡിയയുടെ തീമും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യാം. അതിനകത്ത് തന്നെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഡീഫോൾട്ടായിട്ട് അതിൽ കാണുന്ന തീം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഒരു ഔട്ട്ഡേറ്റഡ്, അത് വണ്ടിയുടെ ആ ഒരു ലുക്കിന് മാച്ച് ആവുന്ന ടൈപ്പ് തീമൊന്നും അല്ല. എങ്കിലും ആൻഡ്രോയിഡ് ഓട്ടോ കുത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പക്ഷേ ഭയങ്കര ഫാസ്റ്റ് ഒന്നും അല്ല, ചെറിയ രീതിയിൽ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള പ്രോസറൊന്നുമില്ല. പക്ഷേ ഡീഫോൾട്ടായിട്ട് ടാറ്റയുടെ ആയിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ IRA ഇത് കാണിക്കേണ്ടത്, ഇത് ഇൻ്റലിജൻറ്റ് റോഡ് സൈഡ് ഇൻ്റലിജൻറ്റ് റിയൽ ടൈം അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതായത് ഇപ്പോൾ സ്പോർട്സ് മോഡ് ഇടുവാണെങ്കിൽ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റഡ്. പിന്നെ നമ്മൾ എക്സ്പ്രസ് കൂളിംഗ് ഉണ്ട്. ഇപ്പോൾ വെയിലത്തൊക്കെ വണ്ടി ഇട്ടിട്ട് പെട്ടെന്ന് ചൂട് മാറി തണുപ്പാക്കണമെങ്കിൽ എക്സ്പ്രസ് കൂളിംഗ് ഉണ്ട്, അതൊക്കെ സംസാരിച്ച് പറയും. പിന്നെ വോയിസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം, അത് ഇപ്പോൾ കോൾ ചെയ്യാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇതേപോലത്തെ പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. അതാണ് ഈ ഒരു IRA. പിന്നെ കൂടാതെ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് റിവേഴ്സ് ഇടുമ്പോൾ റിവേഴ്സ് ക്യാമറ കാണും. പുറകിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്.
പിന്നെ റെയർ വ്യൂ മിറർ നമുക്ക് ഡേ നൈറ്റ് മിറർ ഉണ്ട്. ഇപ്പോൾ രാത്രി റിഫ്ലക്ഷൻ, ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ വേണ്ടെങ്കിൽ ഒരു ടോഗിൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൈറ്റ് മോഡിലേക്ക് മാറും. ആൻഡ് സൈഡിൽ കാണുന്ന 2 മിറേഴ്സ് എന്ന് പറയുന്നത് ORVM അല്ലേ, ORVM ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ലോക്കാകുമ്പോൾ അടയും, അൺലോക്ക് ആകുമ്പോൾ തുറക്കും. പിന്നെ ഉള്ളിൽ തന്നെ ഒരു ജോയ്സ്റ്റിക്ക് പോലെ കൺട്രോൾ ചെയ്ത് നമുക്ക് അതിൻ്റെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള സൗണ്ട് സിസ്റ്റമാണ്. ഹാർമാൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. നല്ല ബേസ്, നല്ല ട്രിബിൾ, നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിഡിലാണ്. ചുറ്റും എനിക്ക് തോന്നുന്നു 6 സ്പീക്കർ എന്തുകൊണ്ട്, സൈഡിൽ 2 ട്വീറ്റർ, ഡോറിൻ്റെ അവിടെ ബാക്ക് സൈഡിൽ അങ്ങനെ ആയിട്ട് മൊത്തം സൗണ്ട് സിസ്റ്റം ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എനിക്ക് പൊക്കമുണ്ട്, എനിക്ക് ഏകദേശം ഒരു 6 അടിയോളം പൊക്കമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ സീറ്റ് ഹൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ്. സോ ഫ്രണ്ടും ബാക്കും മാത്രമല്ല സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ സിറ്റിംഗ് കംഫർട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ കേരള ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു കേരള പോയി വന്ന് കാണും. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ മാത്രമേ ഓടിക്കാറുള്ളൂ. സോ ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടിച്ചിട്ട് പോലും നമുക്ക് നടുവേദനയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റിംഗ് പൊസിഷൻ്റെ വേദനയോ ക്ഷീണമോ ഇതൊന്നും തോന്നാതെ കംഫർട്ടബിളായിട്ട് ഓടാം. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം കുറഞ്ഞവരാണെങ്കിൽ സീറ്റ് ബെൽറ്റ് താഴ്ത്തിയിടാം, കൂട്ടിയിടാം. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയറിൻ്റെ അവിടെ തന്നെ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. ഈ സെയിം ആംറസ്റ്റ് ബാക്കിലും ഉണ്ട്. അത് സീറ്റിനകത്ത് ഇങ്ങനെ അടച്ചാണ് വെക്കുന്നത്. നമുക്കത് തുറന്നിട്ട് ആംറസ്റ്റ് വെക്കാം. അതിനകത്ത് കപ്പ് ഹോൾഡർ ഒന്നുമില്ല, ബട്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഉണ്ട്. ഈവൻ ബാക്കിലും നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. ആൻഡ് 4 വിൻഡോസും നിങ്ങൾക്ക് പവർ വിൻഡോ ആണ്. പിന്നെ നമുക്ക് ഈ ഡ്രൈവറിന് തന്നെ ബാക്കി വിൻഡോസ് ഓപ്പൺ ആവാതിരിക്കാൻ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. മെയിൻലി എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡോർ ഉണ്ടല്ലോ 90 ഡിഗ്രി ഓപ്പൺ ആവും. 90 ഡിഗ്രി ഓപ്പൺ ആവുന്നതുകൊണ്ട് പ്രായമായിട്ടുള്ളവർക്കൊക്കെ കയറാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അകത്ത് കയറ്റാനും ഇറക്കാനും ഒക്കെ ഫുള്ള് തുറക്കാൻ പറ്റുന്നതുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ഇത് ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, മാനുവലാണ്. ബിക്കോസ് ഓട്ടോമാറ്റിക് എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് മാനുവലിനാണ് താല്പര്യം. സോ ആ സമയത്ത് DCA ഉണ്ട്, ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഉണ്ടായി. ഞാൻ അതെടുക്കാതെയാണ് ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലാത്ത മാനുവൽ എടുത്തത്. പക്ഷേ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, സെറ്റ് സ്പീഡിൽ തന്നെ നമുക്ക് പോകണമെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കാം. പിന്നെ TPMS ഉണ്ട്, ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം. ഇപ്പോൾ ഏതെങ്കിലും ടയറിൻ്റെയൊക്കെ കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് കാണിക്കും, കാറ്റ് കുറഞ്ഞിട്ടുണ്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പോയിട്ട് ഒരു സിഗ്നലിലൊക്കെ വന്ന് നിർത്തുവാണെങ്കിൽ ക്ലച്ച് നമ്മൾ ന്യൂട്രലിട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. വീണ്ടും ക്ലച്ച് ഓടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്ന ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്. പിന്നെ വണ്ടിക്കകത്ത് തന്നെ ഒരു പഞ്ചർ മൊബിലിറ്റി കിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചർ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കാറ്റടിച്ചിട്ട് അടുത്തുള്ള സർവീസ് സെൻറ്റർ വരെ കൊണ്ടുപോകാനുള്ള പഞ്ചർ മൊബിലിറ്റി കിറ്റ്. അതേപോലെ ഫോൺ വഴി നമുക്ക് കാറിന് സ്റ്റേറ്റസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. പക്ഷെ അവിടെ എനിക്ക് പറ്റിയൊരു പണി എന്താ വെച്ചാൽ അത് പെയ്ഡാണ് ശരിക്കും. 1 വർഷത്തെ മെമ്പർഷിപ്പ് അവർ ഓൾറെഡി തരും. 1 വർഷം കഴിഞ്ഞുകൊണ്ട് ഇനിയും ആ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 3000 സംതിങ് കൊടുക്കണം. 2 വർഷത്തേക്ക് 6000 എന്തോ കൊടുത്താലേ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റിയൽ ടൈമിൽ എവിടെയാണ്, പിന്നെ ഒരു സെറ്റ് ലൊക്കേഷൻ മാത്രം വേണമെങ്കിൽ അതിനകത്തുനിന്ന് പുറത്ത് പോയി അലേർട്ട് വരിക, ഒരു സെറ്റ് സ്പീഡിനേക്കാളും മുകളിൽ പോയി അലേർട്ട് വരിക, വാലേ പാർക്കിംഗ് കൊടുക്കില്ലേ, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർ കൂടുതൽ സ്പീഡിൽ പോകാതിരിക്കാൻ വാലേ മോഡ് ഓൺ ആക്കുക. അതേപോലെ നമ്മൾ പോയ റൂട്ട്, വന്ന റൂട്ട്, എത്ര കിലോമീറ്റർ സ്പീഡിൽ പോയി, ആവറേജ് എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണ് എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു സിമ്മൊക്കെ ഉണ്ട്. പക്ഷേ ക്യാഷ് കൊടുത്ത് ഇത്രയും ഏകദേശം 3000 to 6000 റുപ്പീസോളം കൊടുത്ത് ഇത് എടുത്ത് വെക്കണം പാക്കേജ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ വണ്ടിയിൽ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയണമെന്ന് തോന്നിയത്. ഇനി നമുക്ക് സർവീസിലേക്ക് വരാം. ഫസ്റ്റ് സർവീസ് അവർ പറഞ്ഞത് 1000 കിലോമീറ്ററിലാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത്. സോ 1000 കിലോമീറ്റർ ഓർ 1 month ആണ്. ഞാൻ വണ്ടി എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും 1000 കിലോമീറ്റർ ആയി. അങ്ങനെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. സോ ഫസ്റ്റ് സർവീസ് നമുക്ക് ജസ്റ്റ് വിളിക്കുക, ബുക്ക് ചെയ്യാം, ഇന്ന ദിവസം രാവിലെ കൊണ്ടുവരുമെന്ന് പറയുന്നു. ഞാൻ രാവിലെ വണ്ടി അവിടെ കൊണ്ടുപോയി കൊടുത്തു. വൈകുന്നേരം ഒരു 3-4 മണിയായപ്പോൾ എന്നെ വിളിച്ചു. സർവീസ് കഴിഞ്ഞു. നമ്മൾ വന്നു നോക്കി, കാര്യമായിട്ടൊന്നുമില്ല. കാരണം ജനറൽ ചെക്കപ്പും അതേപോലത്തെ കാര്യങ്ങൾ മാത്രമേ ഫസ്റ്റ് സർവീസിലുള്ളൂ. സോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ സെക്കൻഡ് സർവീസ് 6 months അല്ലെങ്കിൽ എത്രയാണ് 5000 6000 കിലോമീറ്റർ എന്തോ ആണ്. പക്ഷേ സെക്കൻഡ് സർവീസ് എൻ്റെ 6000 അല്ല, അതിലും കടന്നുപോയി. ഒരു 8000 കിലോമീറ്ററോളം എൻ്റെ ആയി. അപ്പോഴാണ് ഞാൻ വിളിച്ച് സർവീസ് ബുക്ക് ചെയ്തത്. അങ്ങനെ സർവീസ് ബുക്ക് ചെയ്തു. അതും ഏകദേശം 2 മാസത്തിനുള്ളിൽ എന്തോ ആയി. ആൻഡ് ആ ഒരു സർവീസിനുണ്ടായ കോസ്റ്റും കാര്യങ്ങളും ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കാണിക്കാം കേട്ടോ. അത് ആപ്പിനകത്ത് കിടപ്പുണ്ട്. ഇവരുടെ ഒരു ആപ്പുണ്ട്, TMSC, ടാറ്റ മോട്ടോർ സർവീസ് സെൻറ്റർ അങ്ങനത്തെ. അങ്ങനെ സെക്കൻഡ് സർവീസും ചെയ്തു. രാവിലെ വണ്ടി കൊടുത്തു, വൈകിട്ടായപ്പോഴത്തേക്കും വണ്ടി കിട്ടി. അങ്ങനെ കാര്യമായിട്ട് സർവീസിന് പ്രശ്നമൊന്നും വന്നില്ല. ഇനി മൂന്നാമത്തെ സർവീസ് എന്ന് ഒരു വർഷം അല്ലെങ്കിൽ 15000 കിലോമീറ്റർ എന്തോണ് പറഞ്ഞത്. ആൻഡ് ആ ഒരു തേർഡ് സർവീസും ഏകദേശം ജൂൺ, വണ്ടി കഴിഞ്ഞ നവംബറിലാണ് എടുത്തത്. ഏകദേശം ജൂൺ ആയപ്പോഴേക്കും തേർഡ് സർവീസും ആയി. തേർഡ് സർവീസിനാണ് ടൈം കൂടുതൽ എടുക്കുന്നത്. ബഡ്ജറ്റ് തേർഡ് സർവീസും എനിക്ക് രാവിലെ കൊണ്ടുപോയി കൊടുത്തിട്ട് വൈകുന്നേരം ഒരു 6-7 മണിയായപ്പോഴേക്കും കിട്ടി. പക്ഷേ അവിടെ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ 3M ഒരു കോട്ടിങ്, ഒരു എന്താ പറയുക
വാക്സ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിന് ഏകദേശം ഒരു 2000-3000 എന്ന് ഒരു ചാർജ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് 4 മണിക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ 4 മണിക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഇപ്പോൾ റെഡിയാവും സാർ, ഇപ്പോൾ റെഡിയാവും. 4 മണിയായി, 5 മണിയായി, വണ്ടി കിട്ടുന്നേ ഇല്ല. ഞാൻ 6 മണിയായപ്പോൾ എനിക്ക് ദേഷ്യം കയറി. ഞാൻ പോയി അവരുടെ യാർഡിൽ പോയി നോക്കിയപ്പോൾ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോഴാണ് അവർ വണ്ടി കുളിപ്പിക്കുന്നത്. എന്നിട്ടുമാണ് ഇനി 3Mൻ്റെ എന്തോ പോളിഷും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. ആ പോളിഷ് അവർ ഇട്ടപ്പോൾ പറ്റിയ കുറേ പ്രശ്നങ്ങൾ, നമ്പർ പ്ലേറ്റ് വളഞ്ഞു, അതേപോലെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് വന്നു. ഈ ഒരു ഗ്ലാസ്സിൽ റൈറ്റ് സൈഡിൽ ഡ്രൈവറിൻ്റെ ഗ്ലാസിൻ്റെ അവിടെ എന്തോ കെമിക്കൽ തെറിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആയി. അങ്ങനെ ആ ഒരു പോളിഷും കാര്യമൊക്കെ മൊത്തം പാളി. പിന്നെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു 7-8 മണി ആയപ്പോഴാണ് വണ്ടി കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതായിരുന്നു സർവീസിൽ എനിക്ക് പറ്റിയ, എനിക്ക് അനുഭവപ്പെട്ട ആദ്യത്തെ ഒരു ഡിലേ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ വണ്ടി സ്മൂത്തായിട്ട് ഓടാനായിട്ട് തുടങ്ങി. പിന്നെയാണ് വണ്ടിക്ക് ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിയുടെ വൈപ്പർ ഓണാക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലെ വൈപ്പർ മാത്രം എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങി. പിന്നെ എൻ്റെ വണ്ടി ഡ്രൈവർ സീറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ളൊരു റെയിലുണ്ട്, അതിനകത്ത് എന്തോ ടക്ക് 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 എന്ന് പറഞ്ഞാൽ മുട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങി. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൽ ലെഫ്റ്റ് സൈഡിലെ ഹോണർ, ലെഫ്റ്റിലും റൈറ്റിലാണ് ഹോണിൽ. റൈറ്റ് ഹോണ് പടപടയെന്ന് അടിക്കുക, ലെഫ്റ്റ് ഹോണ് ഭയങ്കര ടൈറ്റാണ്. അത് തുടക്കം തൊട്ടേ ഉണ്ടായി. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇതൊക്കെ ഞാൻ 4ാമത്തെ പെയ്ഡ് സർവീസ് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് 25,000 കിലോമീറ്ററിൻ്റെ സർവീസിന് കൊണ്ടുപോയി. എനിക്കോട് 10,000 സർവീസിലാണ്, 15 സർവീസിലാണെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റിയത്. അപ്പോൾ അവർ 28 ഇനി മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. 25 ഞാൻ ഈ ഒരു 4th പെയ്ഡ് സർവീസിന് വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ 25 സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഞാൻ ഗോവയ്ക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ഗോവ ട്രിപ്പ് പോയ സമയത്ത് തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ എഞ്ചിൻ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തി കിടക്കുമായിരുന്നു. എഞ്ചിൻ ലൈറ്റ് ഇൻഡിക്കേറ്റർ കത്തി, വണ്ടി സ്ലോ ഡൗൺ ആയി. പിന്നെ വണ്ടി 40-ന് മുകളിൽ പോകുന്നേ ഇല്ല. സോ ആ ഒരു സമയത്ത് എന്താണ് പ്രശ്നം എന്നറിയില്ല. ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അവർ പറഞ്ഞത് എന്താ 40-ന് മുകളിൽ എഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടാണ് ആ ലൈറ്റ് കത്തുന്നതെന്നും കത്തി കിടക്കുവാണ് അല്ലെങ്കിൽ മിന്നുവാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകണമെന്ന്. ഇനിയും എത്താൻ ഏകദേശം 200-250 കിലോമീറ്റർ ഉണ്ടായി. സോ വണ്ടി ഒന്ന് ഓഫാക്കി തണുക്കാനായിട്ട് ഇട്ടു. പിന്നെ ഓണാക്കിയപ്പോൾ എഞ്ചിൻ ലൈറ്റ് അവിടെ ഉണ്ടെങ്കിലും വണ്ടി ഓടുന്നുണ്ടായി, വേറെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായില്ല. അതിന് ശേഷമാണ് ഞാൻ സർവീസ് ബുക്ക് ചെയ്തിട്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്ത് ഈ ഒരു ഇഷ്യൂ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് BS6 ആണ്, നമുക്ക് സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്യേണ്ടി വരും, രാവിലെ വന്നിട്ട് വൈകിട്ട് തരാമെന്ന് പറഞ്ഞു. വൈകിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു സോഫ്റ്റ്വെയർ അനലൈസിങ് ഏകദേശം 6 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ആ ഒരു 6 മണിക്കൂറിന് ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള കംപ്ലയിൻറ്റ് കഴിഞ്ഞിട്ട് വണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. 3ാമത്തെ ദിവസം വിളിച്ചപ്പോഴാണ് വൈകിട്ട് വണ്ടി തരാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. 3ാമത്തെ ദിവസം വൈകിട്ട് 4 മണിക്ക് എന്നെ വിളിച്ചു. വണ്ടി എടുക്കാനായിട്ട് ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചിരിക്കുവാണ്, ചളിങ്ങിയിരിക്കുവാണ്. അപ്പോഴാണ് അവരെന്നോട് പറയുന്നത് വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് അവരുടെ യാർഡിൽ നിന്ന് വണ്ടി ബാക്ക് എടുത്തപ്പോൾ അവർ വണ്ടി കൊണ്ട് ഇടിച്ചെന്നും അത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണെന്നും ഫ്രീ ആയിട്ട് മാറ്റി തരാമെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മാറ്റിത്തരാൻ ഇവിടെ ആളില്ല, ദീപാവലി സമയമാണ്, ലേബർ കുറവാണ്. നിങ്ങളിപ്പോൾ കൊണ്ടുപോയിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ദീപാവലിക്ക് ശേഷം കൊണ്ടുവന്നാൽ 3 ദിവസത്തിനുള്ളിൽ വണ്ടി തരാമെന്ന് പറഞ്ഞു. ഞാൻ ദീപാവലി കഴിയണവരെയും വെയിറ്റ് ചെയ്തു. ആ ചളുങ്ങിയ വണ്ടിയും കൊണ്ട് ഓടി. പിന്നെ ദീപാവലിക്ക് ശേഷം ചളുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചളുക്കില്ല, താഴത്തെ ബമ്പറിൻ്റെ അവിടെയും ഡിക്കിയുടെ അവിടെയാണ്, എന്നാലും ചളുക്ക് തന്നെ. ദീപാവലിക്ക് ശേഷം ഞാൻ വണ്ടി കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ലില്ല, ഞാൻ വണ്ടി അവിടെ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. രാവിലെ ആളെ വിട്ട് രാവിലെ തന്നെ വണ്ടി പിക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി. വണ്ടി കൊണ്ടുപോയി പിന്നെ ഒരു വിവരമില്ല. 3 ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സാറേ. 4ാമത്തെ ദിവസം വിളിച്ചപ്പോൾ അത് വേറെ സ്ഥലത്താണ്, ബോഡി ഷോപ്പ് റിപ്പയറിങ്, അവിടെ കിടക്കുവാണ്. 5ാമത്തെ ദിവസം പാർട്ട് വന്നിട്ടുണ്ട്, ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 6ാമത്തെ ദിവസം പാർട്ട് വന്നു, ഫിറ്റ് ചെയ്തു, പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. മഴയായിരുന്നു, പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല. 6ാമത്തെ ദിവസം അടുത്ത ദിവസം ഒന്നും മഴ ഉണ്ടായില്ല. 6ാമത്തെ ദിവസം പറഞ്ഞു അത് മഴയാണ്, വെയിലില്ല, ഉണങ്ങിയിട്ടില്ല. അങ്ങനെ 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ക്ഷമ കെട്ടു. ഞാൻ അവരെ വിളിച്ച് മടുത്തിട്ട് ഞാനിങ്ങനെ ട്വിറ്ററിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായി, ഇങ്ങനെ ടാറ്റയുടെ വണ്ടി ഇങ്ങനെ അവർ ഡാമേജ് ചെയ്തു. എനിക്ക് ആ ഒരു സമയത്ത് ഇവരെ ആൾട്ടർനേറ്റീവ് വെഹിക്കിൾ പോലും തന്നില്ല, ഇവരുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഡെയിലി യൂസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതുകൊണ്ട് നിങ്ങൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു ആൾട്ടർനേറ്റീവ് വെഹിക്കിൾ തരേണ്ടല്ലേ എന്ന് വെച്ചപ്പോൾ ഇല്ല, ആൾട്ടർനേറ്റീവ് വെഹിക്കിൾ ഒന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, പക്ഷേ വണ്ടി ഫ്രീ ഓഫ് കോസ്റ്റ് റിപ്പയർ ചെയ്ത് തരാം. അങ്ങനെ ഒരാഴ്ച എൻ്റെ കയ്യിൽ വണ്ടി ഒന്നും ഉണ്ടായില്ല. 7, 8, 10 ദിവസത്തോളം വണ്ടി ഉണ്ടായില്ല. 10 ദിവസത്തിന് ശേഷം വിളിച്ച് ടാറ്റയുടെ ഇതിലൊക്കെ കംപ്ലയിൻ്റൊക്കെ ചെയ്യാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് പ്രാവശ്യം കൂടെ വിളിച്ചപ്പോൾ പറഞ്ഞു 7 മണിക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 7 മണിക്ക് അവിടെ പോയി വണ്ടി എടുത്ത്, വണ്ടിയുടെ വൈപ്പർ പ്രശ്നമുണ്ടായത് വൈപ്പർ മാറ്റി. ഹോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എല്ലാ അൾട്രോസിലും ലെഫ്റ്റ് ഹോൺ ഇങ്ങനെയാണ് കിടക്കുക, അത് ശരിയാക്കാൻ പറ്റില്ല, അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. ബാക്കിയുള്ള ബോഡിയും കാര്യങ്ങളെല്ലാം റിപ്പയർ ചെയ്തിട്ട് അവർ വണ്ടി അന്ന് തന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1000-2000 കിലോമീറ്ററോളം ഓടി. പക്ഷേ ഓട്ടത്തിനിടയിൽ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലെ പ്രൊജക്ടർ ലാമ്പ് കത്തുന്നില്ല. ഹെഡ്ലൈറ്റ് ഒറ്റക്കണ്ണനായിട്ട് റോട്ടിക്കൂടെ ഓടി. അപ്പോൾ ഹെഡ്ലൈറ്റ് മാറ്റാൻ വേണ്ടി ഞാൻ നേരെ പോയി ഷോറൂമിൽ പോയി വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു 4 മണിക്ക് മുന്നേ വന്നു കഴിഞ്ഞാൽ മാറ്റിത്തരാം. 4 മണിക്ക് മുന്നേ ഷോറൂമിൽ പോയി. ഒരുത്തനും മൈൻഡില്ല.
അവിടെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ മതി സാർ, ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു, ആരും കണ്ടില്ല. പിന്നെ ഞാൻ പോയിട്ട് എന്താ അത് ആരെങ്കിലും വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പോൾ വരും സാറേ, സർവീസ് ടിക്കറ്റ് റേസ് ചെയ്യണം. പിന്നെയും ടിക്കറ്റ് റേസ് ചെയ്ത് പിന്നെ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും പോയി കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അയാളുടെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ വേറൊരു പുള്ളി വന്ന് ആ സാറ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അയാൾ പോയി ബൾബ് എടുത്തുകൊണ്ട് നേരെ വന്നു, ബോണറ്റ് തുറന്നിട്ട് ബൾബിൻ്റെ മാറ്റി വേറെ ബൾബ് ഇട്ടു, വെച്ചു, പോയി. എന്നിട്ട് എനിക്കൊരു 650 രൂപയുടെ എന്തോ ബില്ലും അടിച്ചു തന്നു. ഈ ഒരു 5 മിനിറ്റത്തെ പണിക്ക് അവിടെ ഇയാൾ വെറുതെ ഇരിക്കുമായിരുന്നു. ഈ ഒരു പണിക്ക് ഏകദേശം 2.5 മണിക്കൂറോളം പ്ലസ് അവിടെ വരെ ട്രാവൽ ചെയ്ത 1 മണിക്കൂർ, ഏകദേശം 3.5 മണിക്കൂറോളം എൻ്റെ കളഞ്ഞു. സോ ഇത് എൻ്റെ ബാംഗ്ലൂരിലെ ഷോറൂമിലെ എക്സ്പീരിയൻസ് ആണ്. സോ സർവീസ് അത്ര സ്മൂത്ത് അല്ലെങ്കിൽ സീംലെസ് എക്സ്പീരിയൻസ് അല്ല എങ്കിലും വണ്ടി കുഴപ്പമൊന്നുമില്ല. 27,000 കിലോമീറ്റർ ഓടിയിട്ടും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും വണ്ടിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് മൈലേജിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇനിഷ്യലി 8 കിലോമീറ്റർ 12 കിലോമീറ്റർ മൈലേജ് കിട്ടി. ഇപ്പം ഞാൻ 100-120 എത്ര കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ പോലും ഒരു 19 എങ്കിലും മിനിമം. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വന്ന മൈലേജ് കാണിച്ചില്ല. ലാസ്റ്റ് ഇപ്പോൾ ഞാൻ വന്ന് കുറേ ബ്ലോക്ക് കിട്ടി. ഇപ്പോൾ പാലക്കാടിലൊക്കെ പുതിയ ലുലു ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ 1 മണിക്കൂറൊക്കെ ബ്ലോക്കിലൊക്കെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 18-19 മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോളിൽ. സോ മൈലേജ് വൈസും പവർ വൈസും പ്രത്യേകിച്ച് സ്പോർട്സ് മോഡിലിട്ടാണ് ഞാൻ ഫുള്ള് ഓടിച്ചത്. എന്നിട്ടും മൈലേജിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾട്രോസിൻ്റെ പുതിയ അപ്ഡേറ്റഡ് വേരിയൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്, സൺറൂഫൊക്കെ വന്നിട്ട്. എന്നാലും എന്താ പറയുക, ഞാനിപ്പോൾ കൊടുത്ത എമൗണ്ടിൽ എനിക്ക് ടോട്ടലി ഒരു വെർത്തായിട്ട് വാല്യൂ ഫോർ മണി വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് ആൾട്രോസ് തോന്നിയത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ആ ഒരു റെയിലിങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് വിസിബിലിറ്റിക്ക് ചെറിയ പ്രശ്നം വരും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ എൻ്റെ R16 ടയറാണ്. ചില സമയങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ടയറൊക്കെ കാറ്റ് കുറവാണെങ്കിൽ ഹമ്പ് ചാടുമ്പോൾ അടി മുട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയതുകൊണ്ട് കുറേ നേരം നമ്മൾ വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ അകത്ത് നല്ലപോലെ ഒരു ചൂട് ഫീൽ ചെയ്യും. പക്ഷേ എക്സ്പ്രസ് കൂളിംഗ് ഓണാക്കി AC സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചൂട് പോകും. പക്ഷേ അങ്ങനെ ഇനിഷ്യലി ആ ഒരു ചൂടുണ്ടാവും. അങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് അത് നമുക്ക് പിന്നീട് ശീലമായിക്കോളും, മാനേജ് ചെയ്യാൻ പറ്റുന്നല്ലാണ്ട് മേജറായിട്ട് വണ്ടിക്ക് പ്രോബ്ലം എടുത്തൊരു അബദ്ധമായിപ്പോയി, ഇത്ര മോശം സർവീസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. സോ ഇതാണ് എൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറയാനായിട്ട്. ഈ ഒരു വണ്ടിയുടെ ഏകദേശം 1 വർഷമായിട്ട് എനിക്ക് വണ്ടിയുടെ റിവ്യൂ ഒന്നും പറയാനൊന്നും അറിയില്ല. ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തു എന്ന് മാത്രം. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.